Good morning. Welcome to Axonus Learning Online Classes. ഇന്നത്തെ ക്ലാസ്സിൽ 2025 ഏപ്രിൽ ബാച്ചിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നോക്കുന്നത് പാർട്ട് ബിയിലെ സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ് വരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീഡിങ് കോംപ്രഹെൻഷനാണ് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, ഒരു അൺസീൻ പാസേജ് തന്നിട്ടുണ്ടാവും, അത് വായിക്കുക, അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 25 to 26. 25 മുതൽ 27 വരെയുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാരഗ്രാഫാണിത്. സോ ആദ്യം നമുക്ക് ആ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം കേട്ടോ. The advent of technology has significantly transformed communication in the modern world. എന്താണ് ടെക്നോളജി വന്നതോടുകൂടി എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് ഇന്നത്തെ ലോകത്ത് ഒരുപാട് മാറിയിട്ടുണ്ട്. Gone are the days when people relied primarily on letters and face-to-face interaction to convey messages. പണ്ടത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ്, ഒന്നുകിൽ ഫേസ് ടു ഫേസ് നേരെ സംസാരിച്ചോ അല്ലെങ്കിൽ ലെറ്ററിലൂടെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്തിരുന്നത്. With the rise of the internet and mobile devices, communication has become instantaneous and accessible from almost anywhere in the world. എന്താണ് മൊബൈൽ അതുപോലെ തന്നെ ഇൻ്റർനെറ്റൊക്കെ വന്നതോടുകൂടി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നും കൂടെ ഇൻസ്റ്റൻറ്റേനിയസ് ആയി. എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ പെട്ടെന്ന് നമുക്ക് ലെറ്ററൊക്കെ ആണെങ്കിൽ റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടാത്ത, അതുപോലെ തന്നെ ആക്സസിബിൾ ഫ്രം ആൾമോസ്റ്റ് എനിവേർ, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ വന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, മെസ്സേജിംഗ് ആപ്സ് ആൻഡ് വീഡിയോ കോൺഫറൻസിങ് ടൂൾസ് ഹാവ് റീഡിഫൈൻ ദ വേ വി കണക്ട് വിത്ത് അതേഴ്സ്. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്, മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്സ് ഉണ്ട്, പിന്നെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാനും ഒക്കെ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ എന്താണ് ഒന്ന് റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദീസ് ടെക്നോളജീസ് എനേബിൾ ഇൻഡിവിജ്വൽസ് ടു ഷെയർ ഐഡിയാസ്, കൊളാബറേറ്റ് ഓൺ പ്രോജക്ട്സ് ആൻഡ് മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് അക്രോസ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജി വന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാണ്, ഐഡിയാസ് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കൊളാബറേറ്റ് ചെയ്യാനും അതുപോലെ എത്ര ദൂരത്തുള്ള ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യാനും ഒക്കെ വളരെ ഈസി ആയിട്ട് മാറി. മോർ ഓവർ അതിനു പുറമെ they have provided a voice to those who may have been marginalized in traditional communication settings. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ആർക്ക് വേണമെങ്കിൽ ശബ്ദം ഉയർത്താം അല്ലേ. മാർജിനലൈസ്ഡ്, നമുക്ക് ഒരു പക്ഷേ പണ്ടാണെങ്കിൽ മാറ്റി നിർത്തേക്കാവുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്താൻ സാധ്യതയുള്ള ഒരു കൂട്ടം ആൾക്കാർക്കും ഇന്നെന്താണ് വോയിസ് ഈ ടെക്നോളജി വന്നതോടുകൂടി കിട്ടിയിട്ടുണ്ട്. However, while technology has enhanced connectivity, നമ്മളിതൊക്കെ പറയുന്നത് പോസിറ്റീവാണ്, നമുക്ക് പരസ്പരം കണക്ട് ചെയ്യാനുള്ള ആ ഒരു ഇത് കൂട്ടി തന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താണ് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഒരുപാട് കൂടുതലാണെങ്കിലും ഇറ്റ് ഹാസ് ആൾസോ ബ്രോട്ട് അബൌട്ട് ചാലഞ്ചസ്. ഈ ഒരു ടെക്നോളജിയും കണക്ഷൻസും ഒക്കെ വന്നതോടുകൂടി എന്താണ് ഒരുപാട് ചാലഞ്ചസും വന്നിട്ടുണ്ട്. Issues such as cyberbullying, misinformation and decline in face-to-face interactions are notable drawbacks. എന്തൊക്കെ മെയിനായിട്ട് പറയുന്ന ഡ്രോബാക്സ്? സൈബർ ബുള്ളിയിങ് അല്ലേ, നമ്മൾ സൈബർ ബുള്ളിയിങ് ഉണ്ട്, അതുപോലെ തന്നെ മിസ്ഇൻഫോർമേഷൻ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മൊബൈലും മറ്റ് ഡിവൈസും ഒക്കെ വന്നതോടുകൂടി ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ എന്ത് ചെയ്യാൻ തുടങ്ങി, കുറയാനായിട്ട് തുടങ്ങി. ഇതൊക്കെ ഇത്തരം ഇതിൻ്റെ ഡ്രോബാക്സ് ആയിട്ട് നെഗറ്റീവ് സൈഡായിട്ടാണ് പറയുന്നത്. അഡീഷണലി ദ ഓവർ റിലയൻസ് ഓൺ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ലീഡ് ടു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആൻഡ് വീക്കെൻഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. അങ്ങനെ ഓവറായിട്ട് നമ്മൾ ഇങ്ങനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനെ റിലേ ചെയ്യുമ്പോൾ എന്താണ് അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ സാധ്യതയുണ്ട്. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ, നമ്മൾ ദൂരേക്ക് വരെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലും തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അതൊക്കെ വീക്കാവാനുള്ള ഒരു കാരണം കൂടെ ആയിട്ട് ഇത് മാറുന്നുണ്ട്. ടു ഹാർനസ് ദ ബെനിഫിറ്റ്സ് ഓഫ് ടെക്നോളജി, ടെക്നോളജിയുടെ മുഴുവൻ
ബെനിഫിറ്റ്സും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ടെക്നോളജി എന്ന് പറയുന്നതിനെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വൈൽ മിറ്റിഗേറ്റിംഗ് ഇറ്റ്സ് ഡൗൺ സൈഡ്സ്, അതിന് പല പോരായ്മകളുണ്ടാവും, അതൊക്കെ റെഡ്യൂസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ യൂസേഴ്സ് ടു ഡെവലപ്പ് ഡിജിറ്റൽ ലിറ്ററസി സ്കിൽസ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, യൂസേഴ്സ് എന്ത് ചെയ്യണം, ഡിജിറ്റൽ ലിറ്ററസി സ്കിൽസ് നമ്മൾ നേടിയെടുക്കണം. അണ്ടർസ്റ്റാൻഡിങ് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ഇൻ ദ ഡിജിറ്റൽ റിലം. എങ്ങനെയാണ് ഈ ഒരു ഡിജിറ്റൽ റിലമിൽ, ഒരു ഡിജിറ്റൽ വേൾഡിൽ എങ്ങനെയാണ് നമ്മൾ എഫക്റ്റീവായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വൈൽ ആൾസോ റെക്കഗ്നൈസിങ് ദ വാല്യൂ ഓഫ് ഇൻ പേഴ്സൺ ഇൻട്രാക്ഷൻസ്. എന്ത് ചെയ്യരുത്, നമ്മൾ വെറും ഡിജിറ്റൽ മാത്രമായി പോരുന്നത്. അപ്പോൾ പരസ്പരം അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനും ഒക്കെ സമയം വെക്കണം. ഇൻ പേഴ്സൺ ഇൻട്രാക്ഷനും ഒരുപോലെ, രണ്ടിനും ഡിജിറ്റൽ റിലത്തിലും അതുപോലെ തന്നെ പഴയ രീതിയിലുള്ള ഫേസ് ടു ഫേസ് റിലേഷനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമുക്ക് നിൽക്കാൻ അറിയണം. ഈസ് ക്രൂഷ്യൽ ഇൻ നാവിഗേറ്റിംഗ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് മോഡേൺ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഹൗ ഹാസ് ടെക്നോളജി ചേഞ്ച് ദ വേ വി കമ്മ്യൂണിക്കേറ്റ് അക്കോർഡിംഗ് ടു ദ പാസേജ്. എങ്ങനെയാണ് ടെക്നോളജി നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ചേഞ്ച് ചെയ്തത്? ഈ ഒരു പാസേജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുക, ഏത് ഭാഗത്താണത് പറയുന്നതെന്നുള്ളത് നോക്കുക അല്ലേ. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു സെൻറ്റൻസ് തന്നെ ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. എവിടെയാണ് ചേഞ്ച് എന്നുള്ള വേർഡൊക്കെ വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ട് എഴുതിയാൽ മതി. വിത്ത് ദ റൈസ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ ഡിവൈസസ് കമ്മ്യൂണിക്കേഷൻ ഹാസ് ബിക്കം ഇൻസ്റ്റൻറ്റേനിയസ് ആൻഡ് ആക്സസിബിൾ ഫ്രം ആൾമോസ്റ്റ് എനിവേർ ഇൻ ദ വേൾഡ് എന്നുള്ള ആ ഒരു സെൻറ്റൻസ് തന്നെ കൊടുത്താലും മതി. അല്ലെങ്കിൽ എന്താ പറയുന്നത്, അപ്പോൾ നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ എഴുതാം, ടെക്നോളജി ഹാസ് മെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റർ. ഇൻസ്റ്റൻറ്റേനിയസ് എന്നുള്ളതിൻ്റെ കുറച്ചും കൂടെ സിമ്പിളായ വേർഡാണ്, ഒന്നും കൂടെ ഫാസ്റ്റാക്കി, ഈസിയറാക്കി, ആൻഡ് മോർ ആക്സസിബിൾ ത്രൂ the internet, mobile devices, social media and video tools, replacing traditional letters and face-to-face interaction. പണ്ടത്തെ ഈ ലെറ്ററിനും ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനും ഒക്കെ പകരം ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ വന്നപ്പോൾ ഒന്നുകൂടെ ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 26. What are some of the benefits of modern communication technologies mentioned in the passage? എന്താണ് മോഡേൺ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ബെനിഫിറ്റ് ആയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ദീസ് ടെക്നോളജീസ് എനേബിൾസ് ഇൻഡിവിജ്വൽ ടു ഷെയർ ഐഡിയാസ്, കൊളാബറേറ്റ് ഓൺ പ്രൊജക്ട്സ് ആൻഡ് മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് അക്രോസ് ഡിസ്റ്റൻസ്. ഇതൊക്കെയാണ് നമ്മൾ ബെനിഫിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Moreover, they have provided a voice to marginalized individuals. അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ മാറ്റി നിർത്തപ്പെട്ട സമൂഹത്തിനും എന്താണ് അത് ഒരു വോയിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 26ാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും അവിടെ നമുക്ക് ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ ഈ ക്വസ്റ്റ്യൻ എടുക്കാം, അല്ലെങ്കിൽ എന്താണ്, വാട്ട് ചാലഞ്ചസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ റൈസ് ഓഫ് ടെക്നോളജി ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ വന്നപ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ആണ് വന്നത്, എന്തൊക്കെ നെഗറ്റീവാണ് വന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, ആ പാരഗ്രാഫിൽ എവിടെയാണ് ചാലഞ്ച് എന്നുള്ള വേർഡ് നോക്കുക. അത് ചാലഞ്ചസ് ആണ് ഇവിടെ കിടക്കുന്നത്. ഇഷ്യൂസ് സച്ച് ആസ് സൈബർ ബുള്ളിയിങ്, മിസ്ഇൻഫർമേഷൻ ആൻഡ് ഡിക്ലൈൻ ഇൻ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് ആർ നോട്ടബിൾ ഡ്രോബാക്സ്. ഇത് ഇവിടെ വെച്ച് വേണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ അടുത്തതും കൂടെ കണ്ടിന്യൂ ചെയ്യാം. അഡീഷണലി ദ ഓവർ റിലയൻസ് ഓൺ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ലീഡ് ടു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആൻഡ് വീക്കൻഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. അപ്പോൾ അതാണ് ചാലഞ്ചസ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു ലൈനാണ് നമ്മൾ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, why is digital literacy emphasized in the context of modern communication? ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ എഫക്റ്റീവായിട്ട് ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണ്? ടു ഹാർനസ് ദ ബെനിഫിറ്റ്സ് ഓഫ് ടെക്നോളജി വൈൽ മിറ്റിഗേറ്റിംഗ് ഇറ്റ്സ് ഡൗൺ സൈഡ്സ്. സെയിം സെൻറ്റൻസ്, ആ പാരഗ്രാഫിലുള്ള സെയിം സെൻറ്റൻസ് ആണ്. ടു ഹാർനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാം, ടെക്നോളജിയുടെ ബെനിഫിറ്റ്സ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാൻ വേണം. വൈൽ മിറ്റിഗേറ്റിംഗ് ഇറ്റ്സ് ഡൗൺ സൈഡ്, നമ്മൾ കുറേ ഡ്രോബാക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ടെക്നോളജി വന്നപ്പോൾ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാക്സിമം റെഡ്യൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ യൂസേഴ്സ് ടു ഡെവലപ്പ് ഡിജിറ്റൽ ലിറ്ററസി സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തതും അതുപോലെ തന്നെയാണ് കേട്ടോ, റീഡിംഗ് കോംപ്രഹെൻഷൻ തന്നെയാണ് വരുന്നത്. റീഡ് ദ ഗിവൺ പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 28 to 30, 28 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസിന് ഈ പാരഗ്രാഫിനെ വെച്ചിട്ട് ആൻസർ ചെയ്യാനാണ് പറയുന്നത്.
അപ്പോൾ ഇവിടെയും നമ്മൾ എന്താ ചെയ്യേണ്ടത്, തനിയെ പാരഗ്രാഫ് വായിച്ച് നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പാരഗ്രാഫ് ഒന്ന് നോക്കാം. Wildlife conservation is crucial for maintaining the biodiversity of our planet. Wildlife അല്ലേ, വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ആവശ്യം, എന്താണ്, ജൈവ വൈവിധ്യം അല്ലേ, അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് പ്രൊട്ടക്റ്റിംഗ് വേരിയസ് സ്പീഷീസ് ആൻഡ് ദെയർ ഹാബിറ്റാറ്റ്സ് ടു എൻഷുർ ദെയർ സർവൈവൽ. എന്താണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്ന് പറയുന്നത്? പല സ്പീഷീസിലുള്ള ജീവികളുണ്ടാവും, അവരുടെയൊക്കെ ഒരു എന്താണ് ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ അവരൊക്കെ വസിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും, അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുവരിക, അവരവിടെ എന്താണ് സർവൈവ് ചെയ്യുന്നുണ്ട് നമ്മൾ ഉറപ്പ് വരുത്തുക. അതാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ എന്താണ് കുളങ്ങളും പുഴകളും അങ്ങനെയൊക്കെ നശിപ്പിക്കുമ്പോൾ എന്താണ്, ഒരുപാട് മീനുകളും അതുപോലെയുള്ള വെള്ളത്തിൽ ജീവിക്കുന്ന ഒരുപാട് സ്പീഷീസിന് അവരുടെ ഒരു ഹാബിറ്റായിട്ട് നഷ്ടപ്പെടും. അങ്ങനെയുള്ള പ്രവർത്തികൾ തടഞ്ഞിട്ട് എന്ത് ചെയ്യുക, വൈൽഡ് ലൈഫ് കൺസർവേഷൻ കൊണ്ടുവരിക എന്നുള്ളത് ബയോഡൈവേഴ്സിറ്റി പ്രിസർവ് ചെയ്യുന്നതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അത്യാവശ്യമാണ്. എവറി സ്പീഷീസ് ഹാസ് എ യുണീക്ക് റോൾ ഇൻ ഇറ്റ്സ് എക്കോസിസ്റ്റം. ഓരോ സ്പീഷീസിനും, ഓരോ വിഭാഗത്തിൽപ്പെട്ട ജീവിക്കും എന്താണ് ഈ ഭൂമിയിൽ അതിൻ്റേതായ ഒരു റോള് വരുന്നുണ്ട്. And the loss of any one species can lead to unforeseen consequences. നമ്മൾ ഫുഡ് ചെയിൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, പണ്ട് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, ഓരോരോ പുല്ല് തിന്നുന്നത് പുൽച്ചാടിയെ തിന്നുന്നത് വേറൊരു ജീവി, അങ്ങനെ ചെയിൻ പോലെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എത്ര ചെറിയ ജീവിയാണെങ്കിലും അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള റോളുണ്ട്. അതിലിടയ്ക്ക് ഏതെങ്കിലും ഒരു സ്പീഷീസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ക്യാൻ ലീഡ് ടു അൺഫോർസീൻ കോൺസിക്വൻസസ്. നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ കരുതാത്ത, നമ്മൾ മുന്നേ കൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കോൺസിക്വൻസസ് അവിടെ ഉണ്ടാവും. ഫോർ ഇൻസ്റ്റൻസ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്രിഡേറ്റേഴ്സ് മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് ഹെർബിവോർ populations, preventing overgrazing and allowing vegetations to thrive. എന്താണ് പ്രിഡേറ്റേഴ്സ്, ഈ ജീവികളെയൊക്കെ കൊന്ന് തിന്നുന്ന അങ്ങനത്തെ ജീവികളൊക്കെ എന്താണ്, ബാലൻസ് ഹെർബിവോർ എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന ജീവികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ജീവിയുടെ പോപ്പുലേഷൻസ് തടയുക എന്നുള്ളതാണ് ഈ പ്രിഡേറ്റേഴ്സ് ചെയ്യുന്നത്. എന്താണ്, ഇനി അതല്ലാതെ സസ്യങ്ങൾ മാത്രം കഴിച്ച് വളരുന്ന ജീവികൾ ഒരുപാടുണ്ടെങ്കിൽ എന്താണ്, അവർ എല്ലാ ചെടികളും തിന്ന് നശിപ്പിച്ച് എന്തായിരിക്കും, വെജിറ്റേഷൻ അല്ലെങ്കിൽ ഒരു എന്താണ് പച്ചപ്പ് ഉണ്ടാവാൻ സമ്മതിക്കില്ല. അപ്പം അതിന് പകരമായിട്ട് ഇവരുടെ എണ്ണത്തിൽ ബാലൻസ് വരുത്തുക എന്നുള്ളതാണ് പ്രിഡേറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പ്രിവെൻറ്റിങ് ഓവർ ഗ്രേസിങ്, അല്ലെങ്കിൽ എന്താണ്, ഒരു പ്രിഡേറ്ററും ഒരു ഹെർബിവോറിനെയും പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഇവരിങ്ങനെ ഗ്രേസ് ചെയ്ത് ഇങ്ങനെ ഓരോ പുല്ലും കാര്യങ്ങളൊക്കെ ആയി കഴിച്ച് എന്ത് ചെയ്യും, ലാസ്റ്റ് വെജിറ്റേഷൻ എന്ന് പറയുന്നത്, ആ ഒരു കാട് പച്ചപ്പ് എന്ന് പറയുന്നത് ഇല്ലാണ്ടായി വരും. അപ്പോൾ അത് തടയുക എന്നുള്ളതാണ് പ്രിഡേറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി. മോർ ഓവർ വൈൽഡ് ലൈഫ് കോൺട്രിബ്യൂട്ട്സ് സിഗ്നിഫിക്കൻ്റ്ലി ടു ഹ്യൂമൻ വെൽഫെയർ. ഇനി ജീവികളുടെ കാര്യം പോട്ടെ, മനുഷ്യൻ്റെ നിലനിൽപ്പിനും ഒരുപാട് കാര്യങ്ങൾ വൈൽഡ് ലൈഫ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മെനി മെഡിസിൻസ് ആർ ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഒരുപാട് മരുന്നുകളുണ്ട്, അത് നമ്മൾ ഉണ്ടാക്കുന്നത് പ്ലാന്റ്സിൽ നിന്നും അതുപോലെ അനിമൽസിൽ നിന്നുമാണ്. ആൻഡ് ദ നാച്ചുറൽ വേൾഡ് പ്രൊവൈഡ്സ് എസെൻഷ്യൽ റിസോഴ്സസ് സച്ച് ആസ് ഫുഡ്, വാട്ടർ ആൻഡ് റോ മെറ്റീരിയൽസ്. എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ റിസോഴ്സസ് പലതും, ഭക്ഷണം, വെള്ളം, അതിനുള്ള അതുപോലെ പല റോ മെറ്റീരിയൽസ്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ വൈൽഡ് ലൈഫ് കൺസർവേഷനിൽ നിന്നാണ്. ആസ് ഹ്യൂമൻ പോപ്പുലേഷൻ ഗ്രോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യരുടെ എണ്ണം ഇപ്പോൾ കൂടി വരുന്നത് കാരണം ദ പ്രഷർ ഓൺ വൈൽഡ് ലൈഫ് ഇൻറ്റൻസിഫൈസ്. നമ്മൾ എന്ത് ചെയ്യാണ്, വൈൽഡ് ലൈഫ്, ഈ ഒരു കാടിനെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റിസൾട്ടിങ് ഇൻ ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് പോച്ചിങ്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ പല ജീവികളുടെയും ഹാബിറ്റൊക്കെ ഡിസ്ട്രക്ഷൻ, നശിപ്പിക്കപ്പെടുന്നുണ്ട്. To combat these challenges, effective conservation strategies must be implemented. അപ്പോൾ ഈ ഒരു വെല്ലുവിളി, മനുഷ്യരുടെ എണ്ണം കാരണം ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു വെല്ലുവിളി തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജീസ് കൊണ്ടുവരണം. അത് കൊണ്ടുവന്നാൽ മാത്രം പോരാ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, നടപ്പിലാക്കുക കൂടെ ചെയ്യണം. ഇൻക്ലൂഡിങ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. എന്താണ്, മനുഷ്യർക്ക് കയറാൻ പറ്റാത്ത അങ്ങനത്തെ ഏരിയാസ് ഉണ്ടാവും, പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ടാവും. വൈൽഡ് ലൈഫ് റിസർവ്സ്
and legal enforcement against poaching. Public awareness and education about wildlife conservation play a fundamental role in fostering appreciation for nature. അതുപോലെ തന്നെ പബ്ലിക് അവയർനെസ്, എഡ്യൂക്കേഷൻ ഇതൊക്കെ കൊടുക്കണമെന്നാണ് പറയുന്നത്. ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് സ്പീഷീസ് ആൻഡ് ദ ഡെലിക്കേറ്റ് ഇൻ്റർ കണക്ഷൻസ് വിത്തിൻ എക്കോസിസ്റ്റം. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഓരോ സ്പീഷീസിനും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും അവ തമ്മിൽ എന്താണ് പരസ്പരം ചെറിയ രീതിയിലാണെങ്കിലും വളരെ ഡെലിക്കേറ്റ് ആയ രീതിയിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണെന്നും മനസ്സിലാക്കണം. കമ്മ്യൂണിറ്റീസ് ക്യാൻ വർക്ക് ടുവേർഡ്സ് മോർ സസ്റ്റൈനബിൾ പ്രാക്ടീസസ്. അൾട്ടിമേറ്റ്ലി ദ ഗോൾ ഓഫ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഈസ് ടു എസ്റ്റാബ്ലിഷ് എ ഹാർമോണിയസ് റിലേഷൻഷിപ്പ്. അവസാനത്തെ ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്? ഹാർമോണിയസ്. എല്ലാ ജീവജാലങ്ങളും എന്താണ് ഒരു ഒരുമയിൽ പോകുന്ന ബിറ്റ്വീൻ ഹ്യൂമാനിറ്റി ആൻഡ് ദ നാച്ചുറൽ വേൾഡ്. മനുഷ്യർ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളും എല്ലാതും ഒരു ഒരുമയിൽ ഒത്തൊരുമിച്ച് പോകുന്ന ഒരു വേൾഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. എൻഷുറിങ് എ വൈബ്രൻറ്റ് പ്ലാനറ്റ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. ഇനി വരുന്ന തലമുറയ്ക്കും ഒരു നല്ല പ്ലാനറ്റ് സമ്മാനിക്കുക എന്നുള്ള എയിമാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് ഈ പാസേജിനെ ബേസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ചോദ്യത്തിന് 2 മാർക്കാണ് വരുന്നത്. വൈ ഈസ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇമ്പോർട്ടൻറ്റ് ഫോർ ബയോഡൈവേഴ്സിറ്റി? എന്തുകൊണ്ടാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ബയോഡൈവേഴ്സിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഈസ് ക്രൂഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ദ ബയോഡൈവേഴ്സിറ്റി ഓഫ് അവർ പ്ലാനറ്റ്. നമ്മുടെ പ്ലാനറ്റിൻ്റെ ബയോഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ അത്യാവശ്യമാണ്. ഇറ്റ് ഇൻവോൾവ്സ് പ്രൊട്ടക്റ്റിംഗ് വേരിയസ് സ്പീഷീസ് ആൻഡ് ദെയർ ഹാബിറ്റാറ്റ്സ്. എന്താണ്? പല സ്പീഷീസിനെ അവരുടെ ഹാബിറ്റാറ്റ്, അവർ താമസിക്കുന്ന ആ ഒരു ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടു എൻഷുർ ദെയർ സർവൈവൽ. അവർ എന്നേക്കുമായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എയിം വരുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് ബയോഡൈവേഴ്സിറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ 28ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ ഈ ക്വസ്റ്റ്യൻ, അതല്ലെങ്കിൽ നമുക്ക് ഹൗ ഡു പ്രിഡേറ്റേഴ്സ് കോൺട്രിബ്യൂട്ട് ടു എക്കോളജിക്കൽ ബാലൻസ്, ആ ഒരു ക്വസ്റ്റ്യനോ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ആ പാരഗ്രാഫിൽ ഇനി മുഴുവനായിട്ട് വായിച്ചിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ പ്രിഡേറ്റർ എന്ന് പറയുന്ന വേർഡ് എവിടെയാണെന്ന് പോയിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു കീവേഡ് ഉണ്ടായിരിക്കും, ആ കീവേഡ് കണ്ടെത്തി പോയി സെർച്ച് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തായിരിക്കും അതിൻ്റെ ആൻസർ ഉണ്ടായിരിക്കുക. പ്രിഡേറ്റേഴ്സ് എന്താ ചെയ്യുന്നത്? പ്രിഡേറ്റേഴ്സ് മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് ഹെർബിവോർ. ഹെർബിവോറിൻ്റെ ബാലൻസ്, ഈ സസ്യാഹാരികളുടെ ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പോപ്പുലേഷൻ കീപ്പ് ചെയ്യാൻ, ബാലൻസ് ഓഫ് ഹെർബിവോറസ് പോപ്പുലേഷൻ, പ്രിവെൻറ്റിങ് ഓവർ ഗ്രേസിങ് ആൻഡ് അലോവിങ് വെജിറ്റേഷൻ ടു ത്രൈവ്. അപ്പോൾ എന്താണ്? ഈ ഹെർബിവോറിൻ്റെ ഓവറായിട്ടുള്ള പോപ്പുലേഷൻ തടയുകയും അതുപോലെ തന്നെ വെജിറ്റേഷനെ ത്രൈവ് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്നതാണ് പ്രിഡേറ്റേഴ്സിൻ്റെ റോളെന്ന് പറയുന്നത്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ചാലഞ്ചസ് ഡസ് വൈൽഡ് ലൈഫ് ഫേസ് ഡ്യൂ ടു ഗ്രോയിങ് ഹ്യൂമൻ പോപ്പുലേഷൻ? ഇനി മനുഷ്യരുടെ എണ്ണം കൂടുന്നത് കാരണം എന്ത് ചാലഞ്ചാണ് അവിടെ വരുന്നത്? എന്താണ്? ആസ് ഹ്യൂമൻ പോപ്പുലേഷൻസ് ഗ്രോ ദ പ്രഷർ ഓൺ വൈൽഡ് ലൈഫ് ഇൻറ്റൻസിഫൈസ് റിസൾട്ടിങ് ഇൻ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് പോച്ചിങ്. അപ്പോൾ മനുഷ്യരുടെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് പ്രഷർ വരുന്നുണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്? എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. നമുക്ക് എടുക്കാവുന്നതിലപ്പുറം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വൈൽഡ് ലൈഫിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷനും പോച്ചിങ്ങും ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നോക്കി, ഈ ഒരു പാസേജ് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ടും 4 മാർക്ക് ഇപ്പോൾ ആയി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് എ വേർഡ് സിമിലർ ഇൻ മീനിങ് ഫ്രം ദ പാസേജ്. ഇവിടെ ഒരു വേർഡ് തന്നിട്ടുണ്ട്, അതേ അർത്ഥം വരുന്ന മറ്റൊരു വേർഡ് പാരഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ടൈം എടുക്കുന്ന ഒരു പണിയാണ്. ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും, ചില വേർഡ്സ് കുറച്ച് ടൈം എടുത്തായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് ബിക്കംസ് മോർ സീരിയസ്. ഒന്നുകൂടി സീരിയസ് ആയിട്ട് വരിക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. എന്താണ്? ഇൻറ്റൻസിഫൈസ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരിക നമ്മൾ പറയില്ല. അപ്പോൾ ഒന്നുകൂടി സീരിയസ് ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ ഇൻറ്റൻസിഫൈസ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫുൾ ഓഫ് ലൈഫ് ആൻഡ് എനർജി. ഫുൾ ഓഫ് ലൈഫ് ആൻഡ് എനർജി എന്നുള്ളതിന് പകരം നമ്മുടെ പാസേജിൽ യൂസ് ചെയ്തിട്ടുള്ള ടേം വൈബ്രൻ്റ് എന്നുള്ളതാണ്. അടുത്തത് അനിമൽസ് ദാറ്റ് ഈറ്റ് ഓൺലി പ്ലാന്റ്സ്. പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നത്, സസ്യങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവിക്ക് ഹെർബിവോർ എന്നുള്ള ടേമാണ് ആ ഒരു പാസേജിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ ബി നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന പോർഷനിൽ ഡിസ്കസ് ചെയ്യാൻ വരുന്നത്. ഇനി അടുത്തൊരു പാർട്ട് സെക്ഷൻ സി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.